ആരുമില്ല. ആശ്വാസായി. നീ വേഗം റൂമിലേക്ക് പോച്ചല്ലേ. ആ ഡോക്ടർ എന്തു പറഞ്ഞു ഏട്ടത്തി? അത് പിന്നെ എന്തു പറയാൻ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊന്നുമില്ല. വേറെ തോന്നലാണെന്നാ ഡോക്ടർ പറയുന്നത്. ഓഹോ, ഇതൊന്നുമില്ലാതെ വെറുതെ തലചുറ്റലും തലപ്പിരിപ്പൊക്കെ വരുമോ? അത് പിന്നെ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയി കാണിച്ചു നോക്കാം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാൻ റൂമിലേക്ക് ഒന്ന് പോട്ടെ. അല്ല, നിനക്ക് ഓഫീസിൽ എന്തോ മലമറിക്കുന്ന പണിയുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ പോകാതെ? അത് അമ്മയെ തിരിച്ചാക്കിട്ട് പോവാന്ന് കരുതി, അത്രേ ഉള്ളൂ. അല്ല പ്രണവേ, ആശുപത്രിയിൽ ചെക്കപ്പ് നടത്തിയതിന്റെ റിപ്പോർട്ടുകളൊക്കെ ഇല്ലേ? അതൊക്കെ എവിടെ? ഒന്ന് നോക്കട്ടെ. കാര്യം എന്താണെന്ന് നമുക്കൊന്നും അറിയാലോ. റിപ്പോർട്ട് എന്ന് പറഞ്ഞാ ഇപ്പോ ഇത് അതെന്താ, ചെക്കപ്പ് ചെയ്ത റിപ്പോർട്ട് തരില്ലേ? ഇവിടുത്തെ ഏത് ഹോസ്പിറ്റലാണെന്ന് പറ, ഞാൻ വേണേ വിളിച്ചു ചോദിക്കാം. എങ്ങും വിളിക്കണ്ട. ഞങ്ങള് പോയതേ ഒരു ചെക്കപ്പിനും അല്ല. ഇന്ന് ഗൗതമിന്റെ പുതിയ പ്രോജക്റ്റിന്റെ ഭൂമി പൂജയായിരുന്നു. അതിനു വേണ്ടിയിട്ടാ ഞങ്ങൾ പോയത്. എന്റെ മകനാണ് ഗൗതം, ഇവന്റെ ഏട്ടനാ. എന്താ, അവന്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ ഞങ്ങൾ പങ്കെടുക്കാൻ പാടില്ലേ? ക്ഷണിക്കപ്പെട്ടവർക്ക് ഏത് ചടങ്ങിലും പങ്കെടുക്കാം, അതില് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനിങ്ങനെ കള്ളം പറഞ്ഞു പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിങ്ങളോട് സത്യം പറഞ്ഞ നിങ്ങൾ വിടൂലെന്ന് പേടിച്ചിട്ടൊന്നും അല്ല കള്ളം പറഞ്ഞത്.